ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കലക്കൻ സിനിമാസ്. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് സൂര്യയുടെ കറുപ്പിനെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. RJ ബാലാജി സംവിധാനം ചെയ്ത് സൂര്യയും അതുപോലെ RJ ബാലാജി, തൃഷ, ഇന്ദ്രൻ സേട്ടൻ, അതുപോലെ നമ്മുടെ ആലപ്പുഴ ജിംഖാനയിലെ നായിക അനിക എന്നിവർ പ്രധാന ചിത്രമാണ്. പിന്നെയും ഒരുപാട് മലയാളികൾ ഈ ചിത്രത്തിലുണ്ട്. അപ്പൊ സിനിമയിലേക്ക് കിടക്കുകയാണ്. ഈ സിനിമ തുടങ്ങി ഏകദേശം 30 മിനിറ്റ് ആയിട്ടാണ് സൂര്യ വരുന്നത്. ഒരുപക്ഷെ സൂര്യയുടെ കരിയറിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്രയും വൈകി സൂര്യയെ കാണിക്കുന്ന ചിത്രം. എന്നാൽ ആദ്യത്തെ ഒരു 10 മിനിറ്റിൽ തന്നെ ആരാധകർക്ക് കൈയടിക്കാൻ വേണ്ടിയുള്ള കുറച്ച് സീക്വൻസ് ഒക്കെ ഉണ്ട്. സൂര്യയുടെ ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഇന്ദ്രൻ സേട്ടനും അനികയാണ് ഈ സിനിമയുടെ തുടക്കം മുതലുള്ളത്. ഇവർ കേരളത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇവർ കേരളത്തിൽ നിന്നും ചെന്നൈയിലേക്ക് ഒരു ഓപ്പറേഷൻ ആയിട്ട് വരികയാണ്. അപ്പോൾ ഇവർ സ്വർണ്ണം അവിടെ വെച്ച് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അത് തിരിച്ച് ഇങ്ങനെ നേടി അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് ഹാഫ് പറയുന്നത്. ഏറ്റവും വലിയ പ്ലസ് എന്താണെന്ന് വെച്ചാൽ അനികയും അതുപോലെ ഇന്ദ്രൻ സേട്ടനെയും കൊണ്ടും മലയാളം കലർന്ന തമിഴും പറയിച്ചില്ല, തമിഴ് കലർന്ന മലയാളവും പറയിച്ചില്ല. ഇവർ കേരളത്തിൽ നിന്ന് വന്നാണ്, മട്ടാഞ്ചേരിയിൽ നിന്ന് വന്നാണ്. അപ്പോൾ മലയാള സിനിമയിൽ എങ്ങനെ അവർ അഭിനയിക്കുന്നു അതുപോലെ തന്നെ മലയാളമാണ് സിനിമയിൽ പറഞ്ഞിരിക്കുന്നത്. അതൊരു പ്ലസ് പോയിന്റ് തന്നെയായിരുന്നു. ഈ സിനിമ തുടങ്ങി ഫസ്റ്റ് ഹാഫ് മൊത്തം ഇവരാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ ആ ഇമോഷൻ നമുക്ക് മനസ്സിലാവും ഇതെങ്ങനെയാ പോണേ, എന്തൊക്കെ സംഭവിക്കും. എന്നാലും അവരുടെ ആ ഇമോഷൻ നമുക്ക് കണക്ട് ആവുന്ന രീതിയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സൂര്യ വന്ന ശേഷം നമുക്ക് കുറച്ച് കൈയടിക്കാനുള്ള സീക്വൻസ്, അതുപോലെ ഒന്നിട്ട് ചെറിയ ചിരിക്കാനുള്ള സീക്വൻസ് ഒക്കെ ആയിട്ട് ഫസ്റ്റ് ഹാഫ് അങ്ങനെ പോകും. ഒരു കിടിലെ ഇന്റർബോഗിൽ വെച്ച് ഫസ്റ്റ് ഹാഫ് നിർത്തും. ഫസ്റ്റ് ഹാഫ് നമുക്ക് കണ്ടുകഴിയുമ്പോൾ ഓക്കെ കൊള്ളാം, നല്ലൊരു ഫസ്റ്റ് ഹാഫ് എന്ന രീതിയിൽ നിൽക്കും. പക്ഷെ സ്ക്രീൻ ടൈം സൂര്യക്ക് ഫസ്റ്റ് ഹാഫിൽ കുറവാണോ. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് പിന്നെ ഈ സിനിമ എങ്ങനെ പോകണം എന്ന്, എങ്ങനെ അവസാനിക്കണം എന്നറിയാൻ നല്ല രീതിയിൽ വലിച്ചു നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിലും സൂര്യക്ക് സ്ക്രീൻ ടൈം കുറവായിരുന്നു. പക്ഷെ സൂര്യ വരുന്ന സീക്വൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. കുറച്ച് നേരം ഉള്ളെങ്കിലും കുറച്ച് സീക്വൻസ് സൂര്യക്ക് ഉള്ളെങ്കിലും ആ സീക്വൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് ആ സമയത്ത് വരുന്ന സൂര്യയുടെ കോസ്റ്റ്യൂമും അതുപോലെ ഫിസിക്കും എല്ലാം കൊണ്ട് സൂര്യയുടെ ലുക്കൊക്കെ അടിപൊളിയായിരുന്നു. എടുത്തു പറയേണ്ട ക്യാമറ വർക്കും അതുപോലെ തന്നെ ആക്ഷൻ കൊറിയോഗ്രാഫും അടിപൊളിയായിരുന്നു. പിന്നെ ഈ സിനിമ ഒന്ന് പൊക്കി നിർത്തുന്നത് സായ ബാങ്കറിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ്. പിന്നെ സിനിമയിൽ വന്ന പാട്ടും അതൊക്കെ അടിപൊളി തന്നെയായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് ഇത് എങ്ങനെ പോയി വലിച്ചങ്ങോട്ട് നീട്ടിക്കൊണ്ട് പോകുന്നത് ചെറിയൊരു പ്രശ്നമായിരുന്നു. ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിട്ട് നിന്നിട്ട് സെക്കൻഡ് ഹാഫിൽ ഒരു ആവറേജ് ഫീലാണ് എനിക്ക് തോന്നിയത്. പിന്നെ ക്ലൈമാക്സ് അടിപൊളിയായിരുന്നു. ഒരു കാന്താര റെഫറൻസ് ആണെന്ന് പറയാൻ വേണമെങ്കിൽ കാന്താര ഇൻസ്പിറേഷൻ ആയിരിക്കാം. എന്താണെങ്കിലും ക്ലൈമാക്സ് സീക്വൻസ് അടിപൊളിയായിരുന്നു. പിന്നെ ഒരുപാട് സിനിമകളുടെ റെഫറൻസുകളും ഡയലോഗുകളൊക്കെ ഈ പടത്തിൽ വരുന്നുണ്ട്. അതൊക്കെ എനിക്ക് നല്ല രീതിയിൽ കണക്ട് ആയിരുന്നു. അടിപൊളി ഫസ്റ്റ് ഹാഫിനെ ഒരു ആവറേജ് സെക്കൻഡ് ഹാഫ് കൊണ്ട് നിർത്തി എന്ന് വേണം പറയാൻ. എനിക്ക് പേഴ്സണലി ഈ ചിത്രം ഒരു എബോ ആവറേജ് ആയിട്ടാണ് തോന്നിയത്. ഈ സിനിമ സൂര്യയുടെ കംബാക്ക് ആണെന്ന് വെച്ചാൽ തീർച്ചയായും 13 വർഷങ്ങൾക്ക് ശേഷം സൂര്യക്ക് തമിഴ്നാട്ടിൽ ഒരു ഹിറ്റ് കിട്ടും. ഈ സിനിമ ഏറ്റവും കൂടുതൽ കണക്ട് ആവുന്നത് തമിഴ് ഓഡിയൻസിനും അതുപോലെ തന്നെ തെലുങ്ക് ഓഡിയൻസിനും ആയിരിക്കും. ഇത് സൂര്യയുടെ കംബാക്ക് ആണെന്ന് വെച്ചാൽ അതെ, തീർച്ചയായും സൂര്യയുടെ കംബാക്ക് ആണ്. ഈ പടത്തിൽ അഭിനയിച്ചവർക്കൊക്കെ അവരവരുടെ റോൾ അവരവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ദ്രൻ സേട്ടനും അതുപോലെ തന്നെ അനികയുടെ റോൾ സൂപ്പറായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മറ്റൊരു വീഡിയോയിൽ വീണ്ടും അടുത്ത ചിത്രത്തിന്റെ റിവ്യൂ ആയി കണ്ടുമുട്ടാം. അപ്പൊ നിങ്ങൾക്ക് അറുപ്പ് തിയേറ്ററിൽ കണ്ടിട്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.